ലിയോയെ ലിയോയെ ചിരിച്ചേ പൊന്നെ അവിടെ ഇരുന്നേ ഇരുന്നേ ആനെ നോക്കിയേ ചിരിച്ചേ കണ്ണാ പൊന്നെ ടുക്കുട് വാവയാണോ ഇത്? പിണക്കമൊക്കെ മാറിയോ? ഇത് ബർത്ത്ഡേ ആയിരുന്നോ തച്ചൂട്ടിയുടെ? ലിയോ ചിരിച്ചേ ലിയോ കുട്ടാ ചിരിച്ചേ 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 തച്ചുടു വാവേ പൊന്നേ ആൻറ്റിയുടെ മുത്തേ. ഹലോ, നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ വീട്ടിലൊരു ചെറിയ വിശേഷം ഉണ്ടായിരുന്നു. എല്ലാം ഇപ്പോൾ തല്ലി പൊട്ടിച്ചു പിള്ളേർ. ഇവിടെ ബർത്ത്ഡേയുടെ ഇതൊക്കെ എഴുതിയതെല്ലാം എടുത്തതാ കളഞ്ഞു. ഇവിടെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാം കളഞ്ഞു. ബർത്ത്ഡേക്ക് ഞങ്ങൾ പാട്ടൊക്കെ ഇട്ടത് ഇന്നല്ല, സത്യത്തിൽ നാളെ ഇവിടുത്തെ മോൻ്റെ ബർത്ത്ഡേ ആണ്. സച്ചിക്കുട്ടൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചേച്ചിക്ക് ഡ്യൂട്ടിയൊക്കെ നാളെ ഈവനിങ് ഒക്കെ ആയതുകൊണ്ട് ഇന്ന് തന്നെ അങ്ങ് ആഘോഷിച്ചു. ഞങ്ങൾ പായസമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ പായസം എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും പോയി, ഗസ്റ്റെല്ലാം പോയി കഴിഞ്ഞാണ് ഞാൻ കാണിക്കുന്നത്. ഇത് നമ്മുടെ ബ്രഹ്മസലിയാണ്. പക്ഷേ ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട്, കളർ വ്യത്യാസം തന്നെ ഉണ്ടോ. ഞാൻ ക്യാരറ്റിൻ്റെ നീരൊഴിച്ചിട്ടുണ്ട്. ക്യാരറ്റ് ജ്യൂസാക്കി ഇതിൻ്റെ നീരൊഴിച്ചാണ് ഞാൻ പാകം ചെയ്തത്. പിന്നെ നമ്മൾ പിള്ളേർക്കെല്ലാം വേണ്ടി മേടിച്ചതായിരുന്നു ഇത് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. വൈകിട്ടായിരുന്നു, 6 മണി കഴിഞ്ഞുള്ളതായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ജ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് കപ്പ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബീഫിട്ട് നമ്മൾ കോട്ടയത്തോട്ടൊക്കെ പറയും എല്ലും കപ്പയെന്ന്. അതിൻ്റെ ഫിനിഷായിട്ടുണ്ടൊരു ഇത്രയും കൂടെ ഉള്ളു. ഒരു 3 കിലോ കപ്പയ്ക്ക് ഞങ്ങളൊരു 1.5 കിലോ ബീഫും എല്ലും കൂടാണ് ഇട്ടത്. പിന്നെ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ടില്ല, ഇത്തിരി കൂടെയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ എല്ലും കപ്പയുടെയോ ഒക്കെ എന്തെങ്കിലും നമ്മുടെ പായസത്തിൻ്റെ എന്തെങ്കിലും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറയുക, ഞാൻ ഇട്ട് തരുന്നതായിരിക്കും. ആർക്കും താല്പര്യമൊന്നും ഇല്ലെന്നറിയാം, എന്നാലും ഞാൻ പറയുന്നു പിന്നെയും. അതുപോലെ എനിക്ക് സബ് ചെയ്ത് എന്നെ 156 57 ആക്കിയിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതുപോലെ നിങ്ങൾ എന്നെ സബ് ചെയ്താൽ മാത്രം പോരാ, നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യും, എന്നാലേ എനിക്കിതുള്ളൂ. വ്യൂസ് കുറവാണ്, ഇടുന്ന വീഡിയോ ഒക്കെ മിനിമം കാണുന്നത് ചിലതൊക്കെ ഉള്ളൂ 1000 ഒക്കെ പോകുന്നത്, ചിലതൊക്കെ 99 ഇതൊക്കെ ഉള്ളൂ. എന്നാലും നിങ്ങളൊന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. ലിയോ വായോ, ക്ഷീണിച്ച് കിടക്കുവാ കളിച്ചിട്ട്. പൊന്നാണോ ഇത്? ചിരിച്ചാണിച്ചേ, തൂക്കൂടെ ചിരിച്ചേ. നല്ലോണം ചിരിക്കാതിരുന്ന കൊച്ചു കൊള്ളത്ത് വെച്ചാട്ടാ. ആൻറ്റിയുടെ മുത്തല്ലേ, ചക്കര പെണ്ണല്ലേ ഇത്? ആണോ? പെണ്ണല്ല, ചെക്കനാ. അങ്ങനെ ഞങ്ങളൊരു കുഞ്ഞു വീഡിയോ, പിന്നെ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ ഫോട്ടോ ഇടുന്നത് ചിലപ്പോൾ അവർക്കൊന്നും താല്പര്യമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ അവരുടെ ഒന്നും ഫോട്ടോ ഇടുന്നില്ല. എന്നാലും എനിക്കൊരു കുഞ്ഞു സന്തോഷം ഉണ്ടായപ്പോൾ അത് പറയുന്നു. അതുമാത്രമല്ല, ഈ മാസം എനിക്ക് കുറേ പ്രത്യേകതകളുണ്ടായിരുന്നു. ഈ മാസം എനിക്ക് കുറേ ബർത്ത്ഡേകളുണ്ടായിരുന്നു. എൻ്റെ മോൻ ശ്രീരാജ്, അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു 13-ാം തീയതി. ലിയോ ഇങ്ങോട്ടൊക്കെ. അങ്ങനെ അവനും ഇന്നേ വരെ എനിക്ക് ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ, 1 വയസ്സിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഇരുന്നപ്പോഴത്തേക്ക് അവൻ്റെ കഴുത്തിൽ കിടന്ന മാലയുണ്ടല്ലോ, ചേച്ചി എൻ്റെ മോള് ഒരു കല്യാണത്തിന് ഇട്ടുകൊണ്ട് പോയി കുഞ്ഞ്, അത് മോടെ കയ്യിൽ നിന്ന് കളഞ്ഞുപോയി. അതുകൊണ്ട് ഞങ്ങൾ ബർത്ത്ഡേ ആഘോഷം അവിടെ വെച്ച് സ്റ്റോപ്പായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാൻ പറ്റിയ സമയങ്ങളൊന്നും ആയിരുന്നില്ല. മോടതും ഞാൻ ഒരു പ്രാവശ്യം കണ്ട് ബർത്ത്ഡേ കേക്കൊക്കെ മുറിച്ച് ഞാനുള്ളപ്പോഴൊക്കെ ആഘോഷിച്ചു. കേക്കൊക്കെ മുറിക്കുമായിരിക്കും, എന്നാലും ഓരോ പ്രയാസങ്ങളായിരുന്നു. മോന് പക്ഷേ അങ്ങനല്ല,
അങ്ങനെ ബർത്ത്ഡേ ആഘോഷത്തിനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ട് അവൻ പിന്നെ ഇത്രയായി. ഇപ്പം ആ മോനെന്ന് പറഞ്ഞ കുട്ടി നേഴ്സിങ്ങിനാണ്. അവനിപ്പം 2ാം വർഷമാണ്. പക്ഷേ ഒരിക്കലും എനിക്ക് നാട്ടിൽ മോൻ്റെ ബർത്ത്ഡേ സമയത്ത് പോകാൻ പറ്റിയിട്ടില്ല. എന്നാലും നവംബർ ആയതുകൊണ്ട് നവംബർ 13 ആകുമ്പോൾ നമുക്കിവിടെ സ്കൂളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഒന്നിനും നാട്ടിൽ പോയി ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. അതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരമ്മയുടെ ഏറ്റവും സങ്കടകരമായ സമയങ്ങളാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ ബർത്ത്ഡേ ആഘോഷിക്കാനോ വിശേഷങ്ങൾക്കൊന്നും നമ്മുടെ നാട്ടിലില്ലാത്തത്. ഓണവും ആഘോഷിച്ചിട്ടില്ല. ഞങ്ങൾ 15 കൊല്ലമായി ഞാനും എൻ്റെ മക്കളും കൂടെ ഓണം ആഘോഷിച്ചിട്ടായാലും ഒന്നും. ചിലപ്പോൾ ഉത്രാടത്തിനന്ന് പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്ന സമയങ്ങളുണ്ട്. അതൊക്കെ അവിടെ നമ്മുടെ നാട്ടിലിരിക്കുന്ന ആരോടും പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. അതൊരു പ്രവാസിക്ക് മനസ്സിലാവും, അതിൻ്റെ ദുഃഖവും പ്രയാസങ്ങളും ഒക്കെ. നമുക്ക് പിന്നെ അത് ഉയർന്ന ജോലിക്കുള്ള പഠിത്തമൊക്കെ ഉള്ളവരായിരുന്നെങ്കിൽ അതിന് കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ഈ കുറഞ്ഞ ജോലിയൊക്കെ ആകുമ്പോൾ അതിനൊന്നും ലീവ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇവിടെ കൂടുതലും നമുക്ക് കിട്ടുന്ന ജൂണിലാണ്. ആ ജൂണിൽ ഞാൻ നാട്ടിൽ വരുമ്പോൾ ഏത് സമയവും മക്കൾ സ്കൂളിൽ പോകുന്ന സമയമാണ്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നാട്ടിൽ വന്നാലും ഞാൻ ഓടി ജോലിക്ക് പോക്കും കാര്യങ്ങളുമായിരുന്നു. അപ്പം ഒത്തിരി എനിക്ക് 10-15 വർഷം മിസ്സായിപ്പോയി. എൻ്റെ മക്കളെല്ലാം വളർന്നു. ആരുടെയും കൂടെ എനിക്ക് നിൽക്കാൻ പറ്റിയില്ല. അതിൻ്റെയൊക്കെ വിഷമം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ ഇവിടുത്തെ ഓരോ ആഘോഷങ്ങളൊക്കെ വരുമ്പം നമ്മളതിനകത്ത് ചേർന്ന് പോന്നു. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടുത്തെ ഒരാളെ കാണാനേ ഇല്ല. ഇന്നാൾ ഞാനൊന്ന് കണ്ട വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഞാനൊരിക്കൽ ഇട്ട് തരാം. അപ്പോഴേ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ ചെറിയൊരു സന്തോഷം കഴിഞ്ഞു. മക്കളുടെ ഒന്നും ഫോട്ടോ എനിക്ക് ഇടാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങളുടെ കുട്ടൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. ഇന്ന് ഞങ്ങൾ ആഘോഷിച്ചു. ആളിൻ്റെ പേര് ഞങ്ങൾ വിളിക്കുന്നത് സച്ചു എന്നാണ്. സച്ചുക്കുട്ടൻ എന്ന് വിളിക്കും, സച്ചൂസ് എന്ന് വിളിക്കും. പിന്നെ യഥാർത്ഥ പേര് സ്കൂൾ പേരുണ്ട്, അത് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ അവന് താല്പര്യം ഇല്ലെങ്കിലോ, നമുക്ക് ഓരോ പരിമിതികളുണ്ട്. ആ പരിമിതികൾ വെച്ചല്ലേ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ. ചേച്ചിക്ക് വലിയ താല്പര്യമല്ല ഇവിടുത്തെ വീഡിയോയോടൊന്നും. ചേച്ചി പറയും നിനക്ക് വേറെ പണിയൊന്നും ഇല്ലെന്ന് ചോദിക്കും ചിലപ്പം. എൻ്റെ വീഡിയോസും ചേച്ചി കാണാറില്ല, അത് വേറൊരു കാര്യം. എനിക്കാരും സംസാരിക്കാൻ ഒന്നും ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളോട് കമ്പനി കൂടാൻ വരുവാണ്. ഈ ലാസ്റ്റും ഇല്ല ആദ്യവും ഇല്ലാത്ത രീതിയായി. ഇപ്പം മക്കളെല്ലാം വളർന്നില്ലേ, അവർക്ക് അവരുടേതായ രീതി ആയില്ലേ. അപ്പം നമുക്ക് പിന്നെ അവർക്കിപ്പോൾ തിരക്കാവുമ്പോൾ നമ്മൾ ഫ്രീ ആവും. അപ്പം നമ്മുടെ കൂടെ അവർ കളിക്കണം കൂടെ വരണമെന്നൊക്കെ പറയുന്ന തെറ്റല്ലേ. അപ്പം ലച്ചൂസിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ചിലപ്പോൾ പോയിട്ടുണ്ടായിരുന്നു. മോള് ജൂൺ മാസമാണ്, അപ്പം അതുകൊണ്ട് ഞാൻ അവളുടെ ബർത്ത്ഡേക്ക് ഇടയ്ക്ക് കൂടിയിട്ടുണ്ട്. പിന്നെ വലിയ ബർത്ത്ഡേ ആഘോഷമായിട്ടൊന്നും ഇല്ലായിരുന്നു, എന്നാലും പോയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇവിടെ എൻ്റെ സങ്കടങ്ങൾ ഇടയ്ക്ക് വരുന്നതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് റോഡ് പണി നടക്കുക, അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ വണ്ടികളൊന്നും വരാതെ ബ്ലോക്ക് ചെയ്ത് റോഡ് പണി നടക്കും ഇവിടെ. അതുകൊണ്ട് ഇവിടെ വണ്ടികളൊക്കെ ദൂരെയാണ് ഇടുന്നത്. ഇവിടെയൊക്കെ ബ്ലോക്ക് ആക്കിയിരിക്കുകയാണ് കേട്ടോ. നാളത്തെ കാര്യമാണ് ടെൻഷൻ. മക്കളുടെ വണ്ടി എവിടെ വരുമെന്നുള്ള ഇതുവരെ അറിഞ്ഞിട്ടില്ല. സ്കൂൾ ബസ് മറ്റേത് ഇവിടെയാണ് വരുന്നത്. ചേച്ചിയുടെ വണ്ടി തന്നെ ഒത്തിരി ദൂരെ ഇട്ടൊക്കെ നടന്നു വരണം. ഇതൊക്കെ ടെൻഷനാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം. അത് വേഗം തീർന്നായിരുന്നെങ്കിൽ സമാധാനമാണ്. പക്ഷെ എങ്ങനെ പോയാലും ഒരു 10-15 ദിവസം എടുക്കും. ഇവിടെ കുറച്ച് ദിവസം മുമ്പ് റോഡ് പണി ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞ് ഇപ്പം പിന്നെയും തുടങ്ങിയേക്കുക. ഇവിടെ എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുക. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇല്ല. ആ വണ്ടിയുടെ സൗണ്ട് ഇടയ്ക്കൂടെ കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ നിങ്ങൾക്ക്. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഗുഡ് നൈറ്റ്.